ഹായ് ഗായ്സ്, വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ മലയാളം അനിമി സ്റ്റോറീസ്. അപ്പൊ ഇന്ന് നമ്മൾ കാണാൻ പോകുന്നത് ബ്ലൂ ബോക്സ് അനിമിയുടെ 12ാമത്തെ എപ്പിസോഡാണ്. അങ്ങനെ ഫെസ്റ്റിവൽ നടക്കുന്ന സ്ഥലത്തേക്ക് ചിനാറ്റ്സുന്റെ ടീംമേറ്റ്സും കൂടെ വരുവാണ്. അവര് സംസാരിച്ച് നടന്നു വരുമ്പോഴത്തേനും ടീമിലുള്ള ഒരു പെൺകുട്ടി ദേ അങ്ങോട്ട് വേഗം ഒന്ന് നോക്കിയേ, അവര് നമ്മുടെ സ്കൂളിലെ ഫസ്റ്റ് ഇയർ സ്റ്റുഡൻസ് അല്ലേ എന്ന് പറഞ്ഞ് ടൈക്കീനെയും ഹിനേനെയും ചൂണ്ടിക്കാണിക്കുവാണ്. അവര് ഡേറ്റിംഗിലാന്നാ തോന്നുന്നേ. അവള് നോക്ക്, യുക്കാട്ടയാണ് ഇട്ടിരിക്കുന്നത്, അവളുടെ മുടി കാണാൻ എന്ത് രസവാ. അങ്ങനെയൊക്കെ ചിനാറ്റ്സുന്റെ ടീംമേറ്റ്സ് പറഞ്ഞോണ്ടിരിക്കുവാണ്. അപ്പൊ ഇതൊക്കെ ചിനാറ്റ്സു കേട്ടോണ്ടിരിക്കുവാണ്. ചിനാറ്റ്സുവിന് ഒരുമാതിരി സങ്കടാവുകയാണ്. അങ്ങനെ ടൈക്കിയും ഹിനയും കൂടെ നടന്നു പോയിക്കൊണ്ടിരിക്കുവാണ്. ഹിന ഒന്നും മിണ്ടുന്നുണ്ടാവില്ല. അപ്പൊ ടൈക്കി ഇങ്ങനെ മനസ്സിൽ കരുതുവാണ്, അവൾ എന്താ ഇത്രയും ക്വയറ്റ് ആയിട്ടിരിക്കുന്നേ, അവൾ ഇങ്ങനെ മിണ്ടാതിരുന്നിട്ടേ ഇല്ല. ഞാൻ പോയിട്ട് യാക്കിസോബ വാങ്ങിച്ചിട്ട് വരാന്ന് പറഞ്ഞ് ഹിന അവിടുന്ന് പോവുകയാണ്. ഹിനയുടെ പെരുമാറ്റം കണ്ടിട്ട് ടൈക്കി തന്നെ അമ്പരന്ന് നിൽക്കുവാണ്. ഹിന പോകുമ്പോ മനസ്സിൽ കരുതുവാണ്, ഞാൻ വളരെ നെർവസ് ആയിട്ടാണ് ഇരിക്കുന്നത്. ഞങ്ങള് രണ്ടുപേരും ഒരുമിച്ച് ഒറ്റയ്ക്ക് വരുമെന്ന് ഞാൻ കരുതിയില്ല. ലാസ്റ്റ് മിനിറ്റിലാണ് ക്യോ വരുന്നില്ല എന്ന് പറഞ്ഞത്. അങ്ങനെ പ്രതീക്ഷിക്കാതായിരിക്കും ഹിന മനസ്സിൽ കരുതിയത് നടക്കുന്നുണ്ടാവുക. അപ്പൊ ഹിന ആദ്യമായിട്ടായിരിക്കും ഈ യുക്കാട്ടയൊക്കെ ഇട്ടേക്കുന്നേ. കാരണം ഈ ഡ്രസ്സ് ഇട്ട് അവൻ കാണണമെന്ന് ഹിനയ്ക്ക് ആഗ്രഹം ഉണ്ടായിട്ടുണ്ടാവും. ഏതെങ്കിലും ഒരു ചാൻസ് എങ്കിലും കിട്ടി ഞാൻ അവന് പ്രിറ്റി ആയിട്ട് തോന്നിച്ചാലോ എന്ന് ആലോചിക്കുകയാണ് ഹിന. എന്നെ കാണാൻ എന്തായാലും വിയേർഡായിട്ടൊന്നും ഉണ്ടാവില്ലല്ലോ, ഞാൻ ആദ്യമായിട്ടാണ് ഇങ്ങനത്തെ ഡ്രസ്സൊക്കെ ഇടുന്നത്. അങ്ങനെ അവരവിടെ വിരിയൊക്കെ വിരിച്ച് ഒരു സ്ഥലത്ത് ഫയർ വർക്ക്സ് കാണാൻ വേണ്ടി ഇരിക്കുവാണ്. ഇന്നും പരിപാടി തുടങ്ങാൻ 10 മിനിറ്റ് ഉണ്ട്, നിനക്ക് എന്തെങ്കിലും കുടിക്കാൻ വേണോ? ഇല്ല വേണ്ടാന്ന് ഹിന പറയുവാണ്. ഇവളിങ്ങനെയൊന്നും പെരുമാറാറില്ലല്ലോ, ഇവളെന്താ ഇത്ര വിയേർഡായിട്ട് ആക്ട് ചെയ്യുന്നേ എന്ന് ടൈക്ക് മനസ്സിൽ കരുതുവാണ്. പെട്ടെന്ന് ഒരു കൊതുക് വന്ന് ഹിനേനെ ഡിസ്റ്റർബ് ചെയ്തോണ്ടിരിക്കുവാണ്. അങ്ങനെ അവളെ കഴുത്തിന്റെ പുറകിൽ കൊതുക് കടിച്ചിട്ടുണ്ടാവും. എന്നിട്ട് ടൈക്ക് ഒരു മരുന്ന് എടുത്ത് കൊടുക്കുവാണ്. ഞാനിത് എടുത്തോണ്ട് വന്നിട്ടുണ്ട്. എന്നിട്ട് ആ മരുന്ന് വാങ്ങിച്ച് ഹിന ഇങ്ങനെ കഴുത്തി തേക്കുമ്പോഴത്തേനും, നോക്ക് നീ ആ യുക്കാട്ട മൊത്തം സ്റ്റെയിൻ ആക്കുവാണ്, നീ ഇങ്ങതാ ഞാൻ തേച്ചു തരാന്ന് പറഞ്ഞിട്ട് ടൈക്ക് ഹെൽപ്പ് ചെയ്യാൻ പോവാണ്. അപ്പൊ ടൈക്ക് ഇങ്ങനെ മനസ്സിൽ ഇത് വളരെ ഓക്വേർഡ് ആയിട്ടുണ്ടല്ലോ. അങ്ങനെ ടൈക്ക് നോക്കുമ്പോ ഹിന മുടി കെട്ടിയതില് ഒരു ഭാഗം മാത്രം വിട്ടിട്ടുണ്ടാവും. നീ തന്നെയാണോ നിന്റെ മുടി കെട്ടിയത്? ആ അതെ. എന്താ കാരണം? ഇങ്ങനെ മുടി കെട്ടാൻ വളരെ കഷ്ടാണ് അല്ലേ? എനിക്കിത് വളരെ സർപ്രൈസ് ആയിട്ട് തോന്നി. നീ എന്താ എന്നെ കളിയാക്കുകയാണോന്ന് ഹിന ചോദിക്കുകയാണ്. അങ്ങനെയൊന്നുമില്ല, ഞാൻ അങ്ങനെ ചിന്തിച്ചിട്ടില്ല. ഞാനത് കണ്ട് ശരിക്കും ഇംപ്രസ്ഡ് ആയി. നീ പറയുന്നത് കേട്ടിട്ട് എന്നെ ദേഷ്യപ്പെടുത്തുകയാണെന്നാണ് എനിക്ക് തോന്നുന്നതെന്ന് ഹിന പറഞ്ഞിട്ട് മുടിയിൽ തൊട്ടു നോക്കുമ്പോഴത്തേനും അതിലൊരു ഭാഗം മിസ്സായിട്ടുണ്ടാവും. നീ പരിഹാസത്തോടെ സംസാരിച്ചപ്പോഴേ എനിക്ക് തോന്നിയിരുന്നു നീ എല്ലാം തെറ്റായിട്ട് തന്നെയാണ് എടുക്കുന്നത്. ഞാൻ പറഞ്ഞത് അങ്ങനെ മുടി കെട്ടുന്നത് വളരെ ബുദ്ധിമുട്ടാണ്, എന്നാലും നീ അത് ബെസ്റ്റ് ആയിട്ട് തന്നെ ചെയ്തു. എനിക്കത് വളരെ ക്യൂട്ടായിട്ടാണ് തോന്നിയത്, അതുകൊണ്ട് നിന്നെ ഒന്ന് പ്രശംസിക്കാന്ന് തോന്നി. പെട്ടെന്ന് ഹിനയുടെ കണ്ണു തള്ളുവാണ്. എന്ത് ക്യൂട്ടോ? നീ എന്താ പറഞ്ഞത്? ഒരു പ്രാവശ്യം കൂടെ പറ. അപ്പൊ ടൈക്ക് അവള് പറയുന്നത് കേട്ടിട്ട് അവളും തന്നെ നോക്കുവാണ്. പെട്ടെന്ന് അവിടെ ഫയർ വർക്ക്സ് സ്റ്റാർട്ട് ചെയ്യുവാണ്. അപ്പൊ അത് അവിടുത്തെ സാമ്പിൾ വെടിക്കെട്ടായിരിക്കും. അങ്ങനെ രണ്ടുപേരും കൂടെ അത് നോക്കിക്കൊണ്ടിരിക്കുവാണ്. അങ്ങനെ ടൈക്ക് തിരിഞ്ഞ് ഹിനനെ നോക്കുമ്പോ ഹിന വളരെ ഹാപ്പി ആയിട്ടായിരിക്കും അത് കണ്ടോണ്ടിരിക്കുന്നുണ്ടാവുക. ഒരു ക്യൂട്ട് എന്നുള്ള സിമ്പിൾ വേർഡ് കൊണ്ട് ഇവരെ ഇത്ര ഹാപ്പി ആക്കാൻ പറ്റുമോ എന്നിങ്ങനെ മനസ്സിൽ കരുതിയിട്ട് ടൈക്ക് വെടിക്കെട്ട് കണ്ടോണ്ടിരിക്കുവാണ്. അങ്ങനെ സാമ്പിൾ വെടിക്കെട്ട് കഴിഞ്ഞ് 20 മിനിറ്റ് ബ്രേക്ക് ആണ് അവിടെ. എന്നിട്ട് ടൈക്ക് ഞാൻ ബാത്റൂം പോയിട്ട് വരാം, എന്നാ ഞാൻ ഈ സാധനങ്ങളൊക്കെ ഇവിടെ ഇരുന്ന് നോക്കിക്കോളാം. എന്നിട്ട് ടൈക്ക് അവിടുന്ന് പോകുമ്പോഴത്തേനും ഹിന ഇങ്ങനെ മനസ്സിൽ വളരെ ഹാപ്പി ആവുകയാണ്. അവൻ എന്നെ കാണാൻ ക്യൂട്ടായിട്ടുണ്ടെന്ന് പറഞ്ഞു. അങ്ങനെ ടൈക്ക് നടന്നു വരുമ്പോഴത്തേനും പെട്ടെന്ന് അവിടെ ഒരു സൗണ്ട് കേൾക്കുവാണ്. നീ ഒറ്റയ്ക്കായോ? ടൈക്ക് നോക്കുമ്പോ അവിടെ ചിനാറ്റ്സും ഒരു ചെറിയ പെൺകുട്ടി ഉണ്ടാവും. ആ ചെറിയ പെൺകുട്ടി അവളുടെ അമ്മേനെ മിസ്സായിട്ട് അവിടെ നിന്ന് കരഞ്ഞോണ്ടിരിക്കുവാണ്. ചിനാറ്റ്സു അവളെ സമാധാനിപ്പിക്കുകയാണ്. അങ്ങനെ സമാധാനിപ്പിച്ചുകൊണ്ടിരിക്കുമ്പോഴത്തേനും ടൈക്കിനെ കാണുവാണ്. എന്താ പറ്റിയേ? അവള് മിസ്സായോ? ആ അതെ, അവളറിയാണ്ട് അവളുടെ അമ്മേന്റെ അടുത്തുനിന്ന് പിരിഞ്ഞു. അതുകൊണ്ട് ഞാൻ അവളെ മെയിൻ ബൂത്തിലേക്ക് കൊണ്ടുപോകാൻ നിൽക്കുവാണ്. എന്നാ ഞാൻ ഹെൽപ്പ് ചെയ്യാം, ഞാൻ ആ ഭാഗത്തേക്കാണ് പോകുന്നത്. എന്താ നിന്റെ പേര്? എന്റെ പേര് യുമേ എന്നാ ചെറിയ പെൺകുട്ടി പറയുവാണ്. എന്നിട്ട് ടൈക്ക് മനസ്സിൽ ഹിനേനെ വെയിറ്റ് ചെയ്യിപ്പിക്കുന്നത് എനിക്ക് ഇഷ്ടമല്ല, പക്ഷെ എന്നെ കൊണ്ട് ഹെൽപ്പ് ചെയ്യാതിരിക്കാൻ സാധിക്കില്ല. നിക്ക്, നമുക്ക് എല്ലാവർക്കും കൂടെ ഒരുമിച്ച് പോവാന്ന് പറഞ്ഞ് ചിനാറ്റ്സ് വരുവാണ്. അങ്ങനെ ഹിന മിററൊക്കെ നോക്കി അവിടെ ഇരിക്കുവാണ്. അവള് മനസ്സില് ടൈക്ക് അവളെ ക്യൂട്ട് എന്ന് പറഞ്ഞത് തന്നെയാണ് അവൾ ആലോചിച്ചുകൊണ്ടിരിക്കുന്നേ. അത് അവളെ വളരെ ഹാപ്പി ആക്കിയിട്ടുണ്ടാവും. പെട്ടെന്ന് ചോനോ എന്ന് പറഞ്ഞൊരു വിളി വരുവാണ്. അവള് തിരിഞ്ഞു നോക്കുമ്പോ അവളുടെ ക്ലാസ്സിൽ പഠിക്കുന്ന ആമ്പിള്ളേരുണ്ടാവും. കൂടെ അവളോട് ക്രഷ് ഉള്ള ആ ആൺകുട്ടി ഉണ്ടാവും അവിടെ. ഹീറ്റോ ഹായ് എന്ന് പറയുവാണ് ഹിന. എനിക്ക് നീ ഇവിടെ ഉണ്ടായിരുന്നു എന്ന് അറിയില്ലായിരുന്നു. നിന്നെ കണ്ട ഒറ്റയ്ക്ക് വന്നതുപോലെ തോന്നുന്നില്ല. നീ നിന്റെ ടീംമേറ്റ്സിന്റെ ഒപ്പം വന്നാണോ? ഇല്ല, ഞാൻ ടൈക്കിന്റെ ഒപ്പമാണ് വന്നത്. ക്യോയും ഞങ്ങളുടെ ഒപ്പം വരാന്ന് പറഞ്ഞാണ്. ലാസ്റ്റ് മിനിറ്റില് അവന് വരാൻ പറ്റിയില്ല. പിന്നെ എന്റെ ഫ്രണ്ടും അവളുടെ വേറെ ഫ്രണ്ട്സിന്റെ ഒപ്പം പോവാന്നാണ് അവള് പറഞ്ഞത്. എന്നാ നമുക്കൊരു കാര്യം ചെയ്യാം, നമ്മളെല്ലാരും കൂടെ ഒരു ഗ്രൂപ്പ് ആവാം. ഫയർ വർക്ക്സ് എല്ലാരും കൂടെ ഒരുമിച്ച് കാണുന്നതാണ് നല്ലത്. ഞങ്ങൾ നിന്ന് മടുത്തു. അപ്പൊ ഇരിക്കാനൊരു സ്ഥലം കിട്ടിയിരുന്നെങ്കിൽ ഞങ്ങൾക്ക് നല്ലതായിരുന്നു. നിനക്കെന്താ തോന്നുന്നേന്ന് അവൻ ഹിനയോട് ഇങ്ങനെ ചോദിച്ചോണ്ടിരിക്കുവാണ്. ചിനാറ്റ്സു
ആ പെങ്കൊച്ചിന്റെ അടുത്ത് നിനക്ക് ദാഹം എന്തേലും എടുക്കുന്നുണ്ടോ? ഇല്ല, എനിക്ക് കുഴപ്പമൊന്നുമില്ല. എന്നാ ശരി, കുറച്ചു ദൂരം അങ്ങോട്ട് പോയാ മതി, നീ പേടിക്കൊന്നും വേണ്ടാട്ടോ എന്നിങ്ങനെ ചിനാറ്റ്സു പറയുന്നത് കേട്ടിട്ട് ടൈക്ക് ഇങ്ങനെ മനസ്സിൽ കരുതുവാണ്, ചിനാറ്റ്സു അവള് കൊച്ചുങ്ങളോട് ഇത്രയും നന്നായി പെരുമാറുന്ന എനിക്കറിയില്ലായിരുന്നു. അങ്ങനെ ടൈക്ക് നടന്നു വരുന്നതിന്റെ ഇടയില് ഒരു പെണ്ണിനെ ഇടിക്കുവാണ്. നോക്കുമ്പോ അവള് വളരെയധികം സുന്ദരിയായിരിക്കും. അങ്ങനെ ടൈക്ക് വായും പൊളിച്ചു നോക്കുമ്പോഴത്തേനും ചിനാറ്റ്സു കെറിൻ ചീ. അപ്പൊ ഇത് കാണുമ്പോഴത്തേനും ടൈക്കിക്ക് നിങ്ങൾക്ക് നേരത്തെ തന്നെ അറിയായിരുന്നോ? പിന്നെ കെറിനെ എനിക്ക് അറിയില്ലേ, ഞങ്ങള് രണ്ടുപേരും എലിമെന്ററി സ്കൂളിൽ ഒരുമിച്ചാണ് പഠിച്ചത്. അങ്ങനെ ടൈക്കി രണ്ട് സുന്ദരികളുടെ ഇടയിൽ പെട്ടതുപോലെ ആവുകയാണ്. എന്നിട്ട് കെറിൻ ആ ചെറിയ പെൺകുട്ടീന്റെ അടുത്ത് സംസാരിക്കുമ്പോ ചിനാറ്റ്സു ടൈക്കിന്റെ അടുത്ത് പറയുവാണ്, കെറിൻ ഹാരിയുന്റെ ഗേൾ ഫ്രണ്ടും കൂടെയാണ്. അത് കേട്ട് തലയിൽ ഇടിമിന്നലേറ്റ പോലെ ആവുകയാണ് ടൈക്കി. നീ ഹാരിയുന്റെ ഒപ്പം വന്നതാണോ? ആ അതെ, അവൻ സീറ്റിംഗ് ഏരിയയിൽ ഇരിപ്പുണ്ട്. അല്ല, ഇവൻ ഏതാന്ന് കെറിൻ ചോദിക്കുവാണ്. എന്റെ പേര് ടൈക്കി ഇനോമാറ്റ. ഹാരിയും ഞാനും ഒരുമിച്ചാണ് പ്രാക്ടീസ് ചെയ്യുന്നത്. എന്ത്, നീയാണോ ഇനോമാറ്റ? അതായത് ടൈക്കി ഇനോമാറ്റ? ഓ അത് നീയാണല്ലേ എന്ന് പറഞ്ഞ് കെറിൻ വായിൽ കൈവയ്ക്കുവാണ്. അപ്പൊ ടൈക്കി ഇങ്ങനെ ടെൻഷനായിട്ട്, ഹാരി എന്നെ കുറിച്ച് എന്തേലും പറഞ്ഞായിരുന്നോ അതോ എന്ന് പറഞ്ഞിട്ട് ചിനാറ്റ്സുനെ ഇങ്ങനെ നോക്കുവാണ്. ചിനാറ്റ്സു ചമ്മിയ ഫേസിലാണ് ഇരിക്കുന്നേ. അവൻ എന്നോട് പറഞ്ഞത് നിന്റെ നരമ്പുകളൊക്കെ ഇരുമ്പാണെന്നാണ്. ഇവനെന്താ ഇങ്ങനെയൊക്കെ പറഞ്ഞിരിക്കുന്നേ? എന്നാ ഞാൻ പോയിട്ട് വരാന്ന് പറഞ്ഞിട്ട് കെറിൻ അവരോട് ടാറ്റ പറഞ്ഞു പോവുകയാണ്. നീ എന്തായാലും അവള് ഹാരിയുടെ ഗേൾ ഫ്രണ്ട് ആണെന്ന് പറഞ്ഞത് നന്നായി. ആ അതെ, അവര് തമ്മിൽ നല്ല മാച്ചാണ്. എന്നിട്ട് കെറിൻ ഹാരി ഇരിക്കുന്ന സ്ഥലത്ത് പോയിട്ട്, ഹാരിയു ഞാൻ എന്താ കണ്ടേന്ന് അറിയോ? എന്താ നീ കണ്ടേ? ഞാനിപ്പൊ ടൈക്കിനെ ചിനാറ്റ്സുനെ ഒരുമിച്ച് കണ്ടതേ ഉള്ളൂ. എന്ത്, അവർ രണ്ടുപേരുവോ? അവര് 3 പേരുണ്ടായിരുന്നു. അവര് ഡേറ്റിംഗ് ആയിട്ട് വന്നതല്ലാന്നാ തോന്നുന്നേ. ടൈക്കിനെ കണ്ടിട്ട് നല്ല കുട്ടിയാന്നാ തോന്നുന്നേ. അവരെന്തായാലും വേഗം തന്നെ ഒരുമിക്കട്ടെ. ചിനാറ്റ്സു എന്തായാലും ഇപ്പൊ ആ ഐഡിയ അവൾക്ക് ഇല്ലെന്നാ തോന്നുന്നേ. നീ ഒരു കാര്യം ചെയ്, നീ നിന്റെ ബാഡ്മിന്റൺ നോക്കിക്കോ, ഞാനിത് തീർത്തു വെക്കാന്ന് പറഞ്ഞിട്ട് കെറിൻ ഹാരിയുടെ അടുത്ത് ദേഷ്യപ്പെടുവാണ്. അതിന് കാരണം എന്താന്ന് അറിയോ? എന്റെ ഹാർട്ട് നിനക്കും ബാഡ്മിന്റണും ഞാൻ തന്നു കഴിഞ്ഞു. അപ്പൊ കെറിന് ഒരുപാട് സന്തോഷാവുകയാണ്. എന്നിട്ട് കെറിൻ ഇങ്ങനെ മനസ്സിൽ കരുതുവാണ്, ചിനാറ്റ്സു എന്തായാലും അവളുടെ കാര്യങ്ങളൊക്കെ വളരെയധികം ഓവർ തിങ്ക് ചെയ്യുന്നുണ്ട്. അങ്ങനെ എൻക്വയറി ഒക്കെ ചെയ്യുന്ന സ്ഥലത്തേക്ക് പോയിട്ട് ആ കൊച്ചിന്റെ അമ്മ മിസ്സായി എന്നൊക്കെ അവരോട് പറയുമ്പോഴത്തേനും ടൈക്കി, നിങ്ങൾ രണ്ടുപേരും ഇവിടെ നിൽക്ക്, ഞാൻ പോയി ക്രൗഡിന്റെ ഉള്ളിൽ പോയിട്ട് അവളുടെ അമ്മേനെ കിട്ടുമെന്ന് നോക്കിയിട്ട് വരാന്ന് പറഞ്ഞ് ടൈക്കി അവിടുന്ന് പോവാണ്. അങ്ങനെ ആ റിസപ്ഷന്റെ സ്ഥലത്ത് അവർ രണ്ടുപേരും ഇരിക്കുവാണ്. നമ്മൾ നേരത്തെ കണ്ട ആ ലേഡി ഇട്ടിരിക്കുന്ന യുക്കാട്ട വളരെ പ്രിട്ടിയാണ്. അതിൽ നിറയെ പൂക്കളുണ്ടായിരുന്നു. അത് വളരെ ക്യൂട്ടായിരുന്നു. നിനക്ക് യുക്കാട്ട ഇടണമെന്നൊന്നും തോന്നിയില്ലേ? ആ എനിക്ക് ചെറിയ രീതിയിൽ ഇടണമെന്നുണ്ടായിരുന്നു. പക്ഷെ ഞാൻ ഇട്ടിരിക്കുന്ന ടീഷർട്ടില്ലേ, ഇതാണ് എനിക്ക് ഫേവറേറ്റ്. ഇതിന്റെ ഡിസൈൻ നോക്ക്, ഇത് വളരെ പ്രിറ്റി ആയിട്ടില്ലേ? പക്ഷെ ഈ ഡ്രസ്സുകളിന്നൊക്കെ മികച്ചത് എന്റെ യൂണിഫോം ആണ്. എന്ത് യൂണിഫോമോ? ആ നീ സ്പോർട്സിൽ പോകുമ്പോ ഇടുന്നില്ലേ, അത് തന്നെ. ഞാൻ ബാസ്കറ്റ് ബോൾ കളിക്കാറുണ്ട്, എനിക്ക് ബാസ്കറ്റ് ബോൾ അറിയാലോ. ഞാൻ എന്റെ സ്പോർട്സ് യൂണിഫോം ഇടുമ്പോ ആ യൂണിഫോം എന്റെ കൂളസ്റ്റ് വേർഷൻ ആക്കാൻ ശ്രമിക്കാറുണ്ട്. പെട്ടെന്ന് അടുത്ത സീനില് ചിനാറ്റ്സു കെറിനോട് സംസാരിക്കുന്നതായിട്ട് കാണിക്കുവാണ്. എന്ത്, നീ ഫസ്റ്റ് ഇയറിൽ പഠിക്കുന്ന ഒരു ബോയുമായിട്ട് താമസിക്കുവാണോ? നിനക്കെന്താ ബോധമല്ലേ? അവനെ കാണാൻ നല്ലവനായി തോന്നുന്നുണ്ടോ? അല്ലെങ്കിൽ നിനക്ക് അവന് ഇഷ്ടമാണോ? ആ അതെ, പക്ഷേ എന്ന് കെറിനോട് പറഞ്ഞത് ചിനാറ്റ്സു ഇങ്ങനെ ആലോചിച്ചോണ്ടിരിക്കുവാണ്. ആ സമയം ടൈക്കി യുമേന്റെ അമ്മേനെ തെരഞ്ഞോണ്ടിരിക്കുവാണ്. ഇതുപോലുള്ള കാര്യങ്ങളിൽ എനിക്ക് വിഷമമുണ്ട്. യുക്കാട്ട ഇടുന്നതൊക്കെ ഒരു ബുദ്ധിമുട്ടാണ്, എനിക്കറിയാം. കാരണം യുമയ്ക്ക് യുക്കാട്ട അധികം ഇഷ്ടമൊന്നും ആയിട്ടുണ്ടാവില്ല. അവളുടെ അമ്മ നിർബന്ധിച്ചത് കൊണ്ടായിരിക്കും ഇട്ടിട്ടുണ്ടാവുക. അങ്ങനെ ടൈക്കി യുമേന്റെ അമ്മേനെ കണ്ടുപിടിച്ച് അവർ രണ്ടുപേരും കൂടെ ഓടി വരുവാണ്. അങ്ങനെ യുമയും യുമേന്റെ അമ്മയും കണ്ടുമുട്ടിയതിൽ വളരെ സന്തോഷിക്കുവാണ് അവര്. എനിക്ക് നിങ്ങളോട് നന്ദി മാത്രം പറഞ്ഞു ഒതുക്കാൻ പറ്റില്ല, ഞാൻ വേറെ എന്തെങ്കിലും ചെയ്യണമെന്ന് പറഞ്ഞു വരുമ്പത്തേനും ചിനാറ്റ്സു, ഇല്ല അങ്ങനെയൊന്നുമില്ല, നീ നിന്റെ അമ്മേന്റെ ഒപ്പം പശ പോലെ ഒട്ടിച്ചേർന്നിരിക്കണം. എന്നിട്ട് യുമെ ചിനാറ്റ്സുവിന്റെ മേത്ത് വലിഞ്ഞു കയറിയിട്ട് അവളുടെ തലയിൽ ഒരു ബോ വെക്കുവാണ്. ഇത് നിനക്കാണ്. യുക്കാട്ട ധരിക്കുന്നത് ചിലപ്പോ കഷ്ടായിരിക്കും, പക്ഷെ ഒരു സിമ്പിൾ ക്ലിപ്പ് വെക്കുന്നത് ബുദ്ധിമുട്ടാവില്ല. നിന്നെ കാണാൻ ഇപ്പൊ ഒരുപാട് സ്റ്റൈലായിട്ടുണ്ട്. പക്ഷേന്ന് ചിനാറ്റ്സു പറയുമ്പോ യുമേന്റെ അമ്മ, നിങ്ങളത് കയ്യിൽ തന്നെ വെച്ചോ, അത് അവൾക്ക് ഒരുപാട് സന്തോഷാവും. ഒരുപാട് സന്തോഷം. അവര് ടാറ്റയൊക്കെ പറഞ്ഞ് അവിടുന്ന് പിരിയുവാണ്. ടൈക്ക് പെട്ടെന്ന് ചിരിച്ചോണ്ടിരിക്കുവാണ്. നീ എന്തിനാ ഇങ്ങനെ ചിരിച്ചോണ്ടിരിക്കുന്നേ? അങ്ങനെ ടൈക്ക് പൊട്ടി ചിരിച്ചോണ്ടിരിക്കുവാണ് ആ ക്ലിപ്പ് നോക്കിയിട്ട്. അതാ കൊച്ചു സ്നേഹത്തോടെ തന്നതല്ലേ, അതുകൊണ്ടാണ്. ഇത് നന്നായിട്ടുണ്ട്, നീ ഇതെപ്പോഴും തലയിൽ കുത്തിക്കോ. അങ്ങനെ ടൈക്കിക്ക് ചിരി അടക്കാൻ പറ്റുന്നില്ല. ചിനാറ്റ്സു വഴക്ക് പറഞ്ഞോണ്ട് വരുവാണ്. ഞാൻ നിന്റെ ഫോട്ടോ എടുത്തോട്ടെ എന്ന് ടൈക്ക് പറയുവാണ്. ഇല്ല, എനിക്ക് അതില് താല്പര്യമില്ല. അക്വേറിയത്തിൽ വെച്ച് നീ എന്റെ ഫോട്ടോ എടുത്തില്ലേ, അതുപോലെ നീ കരുതിയാ മതി. എന്നിട്ട് ടൈക്ക് മനസ്സിൽ കരുതുവാണ്,
ചിനാറ്റ്സുനെ കാണാൻ ഇപ്പൊ വളരെ ക്യൂട്ട് ആയിട്ടുണ്ട്. പക്ഷെ ഞാൻ അവളോട് അത് പറയുവാണെങ്കിൽ അവള് വളരെ പൊളൈറ്റ് ആയിട്ട് താങ്ക് യു എന്ന് പറഞ്ഞ് ഈ ഫണ്ണായിട്ടുള്ള കോൺവെർസേഷൻ അവൾ എൻഡ് ചെയ്യും. അങ്ങനെ അവര് നടന്നു പോകുമ്പോഴത്തേനും ഫയർ വർക്ക്സ് സ്റ്റാർട്ട് ചെയ്യുവാണ്. അവർ രണ്ടുപേരും ഒരുമിച്ച് അത് നോക്കി നിൽക്കുവാണ്. നീ ഇനി തിരിച്ചു പോയിക്കോ. പെട്ടെന്ന് ടൈക്കി ചിനാറ്റ്സുനെ തന്നെ നോക്കുവാണ്. എന്റെ ഫ്രണ്ട്സും ടീംമേറ്റ്സും ഒക്കെ എന്നെ വെയിറ്റ് ചെയ്യുന്നുണ്ടാവും. ആ ശരി എന്ന് പറഞ്ഞ് ടൈക്കി നടക്കുമ്പോഴത്തേനും ടൈക്കി തിരിഞ്ഞ് നമുക്ക് വീട്ടിൽ വെച്ച് കാണാം. ആ ശരി. അങ്ങനെ ടൈക്കി അവിടെ നിന്ന് ഓടുവാണ് ഹിനേന്റെ അടുത്തേക്ക്. ഹിനേനെ അവിടെ ഒറ്റയ്ക്കിരുത്തി പോന്നിട്ട് കുറെ നേരമായി. അപ്പൊ ഹിന ദേഷ്യപ്പെടുന്നത് ടൈക്കി മനസ്സിൽ കരുതുവാണ്. ഞാൻ അവളെ ഒറ്റയ്ക്ക് വിട്ടതിന് എന്തായാലും ഞാൻ അവളോട് സോറി ചോദിക്കണം. ഞാൻ വന്നു. ആ വെൽക്കം ബാക്ക്. എന്നോട് ക്ഷമിക്ക്, ഞാൻ കുറച്ചു നേരമായി പോയിട്ട്. അത് കുഴപ്പമില്ല, നീ ഇവിടെ ഇരിക്കേ. ഞാൻ കുറെ നേരമായില്ലേ പോയിട്ട്. എല്ലാം ഓക്കെ അല്ലേ? ആ എനിക്ക് കുഴപ്പമൊന്നുമില്ല. ഈ ഫുഡ് എന്തായാലും അടിപൊളിയായിട്ടുണ്ട്. ഫയർ വർക്ക്സും നല്ല രസമുണ്ട് കാണാൻ. എനിക്ക് ഒത്തിരി ഇഷ്ടായി. നമുക്ക് അടുത്ത വർഷവും വരണം. ആ എന്തായാലും. ഹിന ടൈക്കിനെ നോക്കിക്കൊണ്ട് മനസ്സിൽ കരുതുവാണ്. ഞാൻ ശരിക്കും എന്താ കരുതുന്നേന്ന് വെച്ചാ നമ്മള് മാത്രം ഒറ്റയ്ക്ക് വരണമെന്നാണ്. അങ്ങനെ ചിനാറ്റ്സുവിന്റെ ടീം മെമ്പേഴ്സിന്റെ അടുത്ത് പോവാണ്. ആ നീ വന്നോ? നിനക്ക് ആ ഹെയർ ക്ലിപ്പ് എവിടെ നിന്ന് കിട്ടി? അത് വലിയൊരു കഥയാണ്. അല്ല ചിനാറ്റ്സു, നിനക്കെന്താ പറ്റിയത്? നീ എന്താ വളരെ സാഡ് ആയിട്ടിരിക്കുന്നേ? ടൈക്കി ഇങ്ങനെ മനസ്സിൽ കരുതുവാണ്. എല്ലാരും അടുത്ത വർഷം ഇനി എങ്ങനെയായിരിക്കും? ഒരു വർഷം എന്ന് പറയുന്നത് വലിയ കാലയളവാണ്. എന്തായിരിക്കും ഇന്നത്തെയും നാളത്തെയും ചേഞ്ചസ് ഉണ്ടാവാൻ പോകുന്നേ? ഇങ്ങനെയുള്ള ക്വസ്റ്റ്യൻസ് ഒക്കെ വന്നു പോയിക്കൊണ്ടിരിക്കും, ഈ ആകാശത്ത് പൊട്ടുന്ന ഫയർ വർക്ക്സ് പോലെ. അങ്ങനെ അടുത്ത ദിവസം രാവിലെ ചിനാറ്റ്സു അടുക്കളയിലേക്ക് വരുവാണ്. അങ്ങനെ യൂക്കിക്കോന്റെ അടുത്ത് സംസാരിച്ച് നോക്കുമ്പോഴത്തേനും ടൈക്കിന്റെ ബാഗ് അവിടെ ഇരിപ്പുണ്ടായിരിക്കും. ടൈക്കി നേരത്തെ തന്നെ എഴുന്നേറ്റോ? ആ അതെ, അവനൊന്ന് ഓടാൻ പോയിട്ടുണ്ട്. അവൻ ചിലപ്പോ അങ്ങനെ തന്നെയാണ്. അവൻ പ്രാക്ടീസ് ചെയ്യുമ്പോ അവന്റെ സ്റ്റാമിന അധികമാക്കണമെന്നുണ്ടെങ്കിൽ അവനൊന്ന് ഓടാൻ പോവും. അതൊക്കെ കഴിഞ്ഞ് ചിനാറ്റ്സു പ്രാക്ടീസ് ചെയ്തോണ്ടിരിക്കുവാണ്. അവള് ഗോൾ ഇടാൻ പോകുമ്പോഴത്തേനും അത് ലോസ് ആയി പോവുകയാണ്. അങ്ങനെ അവരുടെ പ്രാക്ടീസ് പോയിക്കൊണ്ടിരിക്കുവാണ്. ഗോൾ ഇട്ട് തീർന്ന ഉടനെ ചിനാറ്റ്സുവിന്റെ ടീംമേറ്റ് ഇങ്ങനെ സംഭവിക്കുമ്പോ നീ ബോൾ വേറെ ആൾക്കെങ്കിലും പാസ് ചെയ്താൽ മതി. നീ കുറച്ചും കൂടി സൂക്ഷിച്ച് കളിക്കണം. കാരണം എന്താന്ന് വെച്ചാ നാഷണൽസിങ് അടുത്തു. എനിക്കറിയാം നീ നന്നായിട്ട് തന്നെ കളിക്കുന്നു. നീ നിന്റെ ഗുഡ് തന്നെ കൊടുക്കണം. ഇങ്ങേ സൈഡില് ഹാരി പ്രാക്ടീസ് ചെയ്തോണ്ടിരിക്കുവാണ്. ഹാരി വളരെ സൂപ്പർ ആയിട്ടാണ് പെർഫോം ചെയ്തോണ്ടിരിക്കുന്നത്. അവന് നാഷണൽസിന് വേണ്ടിയിട്ട് റെഡി ആയിക്കൊണ്ടിരിക്കുവാണ്. പെട്ടെന്ന് ടൈക്കിക്ക് യോട പറഞ്ഞ കാര്യങ്ങളൊക്കെ ഓർക്കുവാണ്. അടുത്ത വർഷം നാഷണൽസിന് 2 സ്ലോട്ടേ ഉണ്ടാവുള്ളൂ. അതുകൊണ്ട് നീ നന്നായി തന്നെ പെർഫോം ചെയ്യണം. നീ യൂസ് ചെയ്യുന്ന കഴിഞ്ഞും നിറയെ പോയിന്റ്സ് എടുക്കണം. ആ കാര്യങ്ങളൊക്കെ മനസ്സിൽ കരുതിയിട്ട് ഇപ്പൊ കാണിച്ചു തരാന്ന് പറഞ്ഞിട്ട് ടൈക്കി പ്രാക്ടീസിന് വേണ്ടി ഇറങ്ങുവാണ്. അങ്ങനെ നന്നായി തന്നെ പ്രാക്ടീസ് ചെയ്തോണ്ടിരിക്കുവാണ് ടൈക്കി. യോടോ എന്റെ അടുത്ത് അന്ന് അങ്ങനെ ആ കാര്യങ്ങളൊക്കെ പറഞ്ഞതുകൊണ്ട് എനിക്കും അവരെ പോലെ നന്നായി തന്നെ ഹാർഡ് വർക്ക് ചെയ്യാൻ പറ്റുന്നുണ്ട്. അങ്ങനെ അവർ കളിച്ചോണ്ടിരിക്കുമ്പോഴത്തേനും ആ ഷട്ടില് ഹിനേന്റെ അടുത്തേക്ക് വീഴുവാണ്. ടൈക്കി പോയിട്ട് ആ ഷട്ടിൽ ഇങ്ങോട്ടൊന്ന് പാസ് ചെയ്യാന്ന് പറയുമ്പോ ഹിന കാതില് ഹെഡ്ഫോൺ വെച്ച് പാട്ട് കേട്ടോണ്ടിരിക്കേണ്ടായിരിക്കും. ടൈക്കി പറയുന്നതൊന്നും കേൾക്കുണ്ടാവില്ല. അങ്ങനെ ടൈക്കി തന്നെ വന്നിട്ട് അത് എടുത്തിട്ട് പോവാണ്. എന്നിട്ട് ഹിനേന്റെ ഫ്രണ്ട് നീ അത് കേട്ടില്ലായിരുന്നോ? എന്ത്? ഒന്നുമില്ല, ചുമ്മാ ചോദിച്ചതാ. എന്താന്ന് പറഞ്ഞിട്ട് പോന്ന്. ഹിന അവിടെ കിടന്ന് കാറുവാണ്. അങ്ങനെ പ്രാക്ടീസ് ഒക്കെ കഴിഞ്ഞ് ബാസ്കറ്റ് ബോൾ ടീം വേർത്ത് കുളിച്ച് നിൽക്കുവാണ്. അപ്പൊ ചിനാറ്റ്സു ഞാൻ പോയി വിൻഡോ ഒക്കെ ഓപ്പൺ ചെയ്തിട്ട് വരാന്ന് പറഞ്ഞിട്ട് ചിനാറ്റ്സു മേലത്തെ ഫ്ലോറിൽ പോവാണ്. അപ്പൊ നോക്കുമ്പോ ടൈക്കി പ്രാക്ടീസ് ചെയ്തിട്ട് മടുത്തിട്ട് കയറി കിടന്ന് ഉറങ്ങിക്കൊണ്ടിരിക്കുവാണ്. ടൈക്കി നീ ഉറങ്ങുവാണോ? അവൻ രാവിലെ നേരത്തെ ഓടാൻ പോയില്ലേ, അതുകൊണ്ടാവും. അങ്ങനെ ചിനാറ്റ്സു അവന്റെ അടുത്തിരുന്ന് ഒന്നും കൂടെ വിളിച്ചു നോക്കുവാണ്. അവന് വലിയ അണക്കമൊന്നുമില്ല. എന്നിട്ട് ചിനാറ്റ്സു അവന്റെ അടുത്തിരുന്നിട്ട് എനിക്ക് നിന്നോട് ഒരു കാര്യം ചോദിക്കാനുണ്ടായിരുന്നു. അന്ന് സംഭവിച്ചത്. നീയും ഹിനയും ഒരുമിച്ച് ഔട്ടിങ്ങിന് പോകാൻ തുടങ്ങിയോ? എനിക്ക് തോന്നുന്നത് നിങ്ങൾ എന്തായാലും ഡേറ്റിംഗിൽ തന്നെയാണെന്നാണ്. അതുമല്ലാണ്ട് എനിക്കറിയാം ഹിനയ്ക്ക് നിന്നോട് നേരത്തെ തന്നെ ക്രഷ് ഉള്ള കാര്യം. ഇനി നിങ്ങൾ ഡേറ്റിംഗിലാണെന്നുണ്ടെങ്കിലും നിനക്ക് എന്നോടൊന്ന് പറയായിരുന്നു. അങ്ങനെ ചിനാറ്റ്സു യൂക്കിക്കോ ടൈക്കിന്റെ അടുത്ത് ചോദിച്ചത് ഓർക്കുവാണ്. നീ ഫയർ വർക്ക്സ് ഫെസ്റ്റിവലിന് പോകുന്നുണ്ടോ? ആ എന്റെ ഫ്രണ്ട്സിന്റെ ഒപ്പം. നീ അങ്ങനെ ചെയ്യരുതായിരുന്നു. ഫ്രണ്ട്സിന്റെ ഒപ്പം പോവാന്ന് നുണ പറയണ്ടായിരുന്നു. നീ അതെന്നോട് നേരത്തെ പറഞ്ഞിരുന്നെങ്കിൽ ഞാൻ എന്ന് പറഞ്ഞ് ഫയർ വർക്ക്സ് ഫെസ്റ്റിവലിന് നടന്ന കാര്യങ്ങളൊക്കെ ഓർക്കുവാണ് ചിനാറ്റ്സു. അങ്ങനെ എല്ലാ കാര്യങ്ങളും ഓർക്കാൻ കാരണം ചിനാറ്റ്സുവിന് ടൈക്കിന്റെ മേലെ ഒരു ഫീലിങ്സ് എപ്പോഴും ഉണ്ടാവും. പക്ഷെ അതവളെ കൊണ്ട് പറയാൻ സാധിക്കണ്ടാവില്ല. കാരണം ഹിനയും ടൈക്കിയും ഡേറ്റിംഗിലാണെന്ന് പലതവണ ചിനാറ്റ്സുവിന് തോന്നിയിട്ടുണ്ടാവും. നീ എന്നോട് നുണ പറഞ്ഞു എന്ന് ഞാൻ അറിഞ്ഞപ്പോ എനിക്ക് വളരെ വിഷമം തോന്നി. അങ്ങനെ ടൈക്കി എഴുന്നേക്കുവാണ്. എന്തായാലും നന്നായിട്ടൊന്ന് ഉറങ്ങി. ടൈക്കി ഒന്ന് ചുറ്റും നോക്കുവാണ്. എനിക്കെന്തോ എന്റെ കൂടെ ഇവിടെ ആരോ ഉണ്ടായതുപോലെ തോന്നുന്നു. ചിലപ്പോ അതെന്റെ ഇമാജിനേഷൻ ആവാം. അങ്ങനെ ചിനാറ്റ്സു അവിടെ നിന്ന് ഇറങ്ങി പോവുകയാണ്. ഓക്കെ ഗൈസ്, നിങ്ങൾക്ക് ഈ എപ്പിസോഡ് ഇഷ്ടമായെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ഒക്കെ കമന്റ് സെക്ഷനിൽ അറിയിക്കുക. അപ്പൊ അടുത്ത വീഡിയോയുമായി കാണുന്നത് വരെ എല്ലാവർക്കും ടാറ്റ ബൈ ബൈ.